ഹലോ ഗൈസ്. സോ മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു ലോഗിൻ ഫോമിൽ നമ്മൾ കറണ്ട് യൂസർ ക്വറിയോട് കണക്ട് ചെയ്യണം. സോ ക്വറി റീഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യും. അപ്പോൾ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുന്ന സമയത്ത് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇനീഷ്യലി അത് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കില്ല, അതിനുശേഷം അത് യൂസർ സക്സസ്ഫുള്ളി ലോഗിൻ ആയിരിക്കും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ അത് യൂസർ സക്സസ്ഫുള്ളി ഓതൻറ്റിക്കേറ്റ് ആയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. പർട്ടിക്കുലർ യൂസറിനെ കറസ്പോണ്ടിങ് യൂസറിനെ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ ഇതാണ്, റിയാക്റ്റിലൊരു ലൈഫ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനീഷ്യലി കമ്പോണൻ്റ് പ്രോപ്സിൽ ചേഞ്ച് വന്ന റീറെൻഡർ ചെയ്യുന്ന മുമ്പ് തന്നെ അത് ഈ മെത്തേഡ് ഓട്ടോകോൾ ആവും. അതിനുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ലൈക്ക് ഓൾഡ് ആൻഡ് ന്യൂ പ്രോപ്സ് ചെയ്യുന്നത്. സോ ദിസ് ഡോട്ട് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഓൾഡാണ്, ബിഫോർ അപ്ഡേറ്റിന് മുമ്പ് നമുക്ക് കിട്ടുന്ന പ്രോപ്സും, പിന്നെ നെക്സ്റ്റ് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോപ്സ് ആണ് ഇവിടെ എഴുതിയിരുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രോപ്സ് ആണ് അത് പുതിയ പ്രോപ്സ് ആണ്, ആഫ്റ്റർ ക്വറി അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. സോ ഇതിലൂടെ നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ആയോ ഇല്ലയോ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോഡിൽ ഇംപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കമ്പോണൻറ്റ് വിൽ മൗണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെക്സ്റ്റ് പ്രോപ്സ് ഉണ്ട്. നെക്സ്റ്റ് പ്രോപ്സ് ഇവിടെ ഞാൻ ഗ്രാഫ് ക്യൂഎൽ റാപ്പപ്പ് ചെയ്യാണ്. നമ്മൾ ക്വറിയായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോണൻറ്റ് ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് പഴയ പ്രോപ്സും പുതിയ പ്രോപ്സും കൂടി നോക്കാം. ദിസ് ഡോട്ട് പ്രോപ്സ് കോമ നെക്സ്റ്റ് പ്രോപ്സ് എന്നിട്ട് ഞാനിവിടെ സെമിക്കോണിട്ട് സേവ് ചെയ്യാം. നമ്മുടെ ബ്രൗസർ റിപ്പോർട്ട് ലോഗൗട്ടാണ്, സോറി ഞാൻ ലോഗിൻ ആയതുകൊണ്ട് ലോഗൗട്ട് ചെയ്തു. റീലോഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇൻസ്പെക്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യാം. dlst.com പാസ്വേഡ് കറൻ്റ്ലി നമ്മൾ കൊടുക്കുന്നു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ എഴുതിയ മെത്തേഡ് ഇവിടെ ഇൻകറക്റ്റ് ആയിരുന്നു. കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, വിൽ മൗണ്ട് അല്ല. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ റീലോഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് പ്രോപ്സ് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ക്ലിയർ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. test.com പാസ്വേഡ് നമ്മൾ കൊടുത്തു. ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രോപ്സും കാണുന്നുണ്ട്. ഇത് നെക്സ്റ്റ് പ്രോപ്സ്, ഇത് ദിസ് ഡോട്ട് സ്റ്റേറ്റ്, ഇത് പഴയത്, ഇത് പുതിയത്. സോ പഴയത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ നള്ളാണ് കിടക്കുന്നത്. പക്ഷേ അത് പുതിയ പ്രോപ്സിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ദിസ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസറിൻ്റെ ഉള്ളിൽ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നള്ളാണ് വന്നിരുന്നത്, ഇവിടെ കറസ്പോണ്ടിങ് യൂസർ ഐ ഡി നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ഈ യൂസർ ഉണ്ടെങ്കിൽ, ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഓതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ അതാണ് നമുക്ക്. സോ ഇവിടെ ആദ്യം മ്യൂട്ടേഷൻ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും, അതിന് പുറമെയാണ് നമ്മൾ ക്വറി വെച്ചിട്ട് കറണ്ട് യൂസർ കൂടി ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ചെയിനിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ലോഗിൻ ഫോമിനെ കറണ്ട് യൂസർ എന്നുള്ള ക്വറിയോട് കണക്ട് ചെയ്യുന്നു. അതായത് ക്വറി ഡാറ്റ മാറുമ്പോൾ ലോഗിൻ ഫോം റീറെൻഡർ ചെയ്യും ഓട്ടോമാറ്റിക്കലി. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വെച്ചാൽ കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് എഴുതിയിട്ട് അതിൽ നമ്മൾ ചെക്ക് ചെയ്തു ഈ പഴയ പ്രോപ്സും പുതിയ പ്രോപ്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. സോ ഇതിലൂടെ നമ്മൾ കൺസോളിൽ രണ്ട് ഷീറ്റ് കാണുന്നുണ്ട്. ഇനീഷ്യലി നമ്മളിവിടെ പറഞ്ഞു ലോഡിങ് ഇവിടെ ഇനീഷ്യലി യൂസർ നള്ളാണെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് യൂസറിൻ്റെ കറസ്പോണ്ടിങ്ങിൽ ഡാറ്റ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രൗസറിൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് കൺസോൾ തുറന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാ സംഭവിക്കണമെന്നുള്ളത്. ഇനി ഇത് അപ്പോളൊക്കെ ഒരു റീഫ്രഷ് ചെയ്ത് കമ്പോണൻറ്റ് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രൂഫാണ് ആക്ച്വലി നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിനി ഡിറ്റക്ഷൻ ലോജിക്കാണ് ആഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ ഡാറ്റ നള്ളും പിന്നെ ഇതിൽ ഡാറ്റ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ലോഗിൻ ചെയ്യണം. ആക്ച്വലി ലൈക്ക് റീഡാറ്റിലേക്ക് വിടണം, ഡാഷ്ബോർഡ് പേജിലേക്ക് വിടണം.
സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസോൾ ലോഗ് എടുത്ത് കളയാണ്. എന്നിട്ട് ഞാൻ എഴുതണം, മുമ്പ് നമുക്ക് യൂസർ ഇല്ല എന്നാൽ ഇപ്പോൾ യൂസർ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇഫ് കണ്ടീഷൻ ഇഫ് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ ഇനീഷ്യലി നള്ളാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നോട്ട് നള്ളും ആൻഡ് നമ്മളിഞ്ഞ് നെക്സ്റ്റ് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ വാല്യൂ എന്ന് വെച്ചാൽ അതിൽ ഡാറ്റ ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ യൂസർ ഓൾറെഡി ഇതിലില്ല അല്ലേ, യൂസർ ഓൾറെഡി ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിതിൽ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. സോ റീഡയറക്റ്റ് ഞാൻ ഹാഷ് ഹിസ്റ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് ഹിസ്റ്ററി ഡോട്ട് പുഷ് എന്നിട്ട് ഞാനിവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് ഒന്ന് സേവ് ചെയ്യാം. സോ ഇത് നമ്മൾ എന്താ ചോദിച്ചാൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ ഇനീഷ്യലി നള്ളായിരിക്കും, യൂസറിൻ്റെ ഡാറ്റ ഉണ്ടാവില്ല ഇവിടെ. പിന്നെ നെക്സ്റ്റ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ എന്ന് പറഞ്ഞാൽ അതിനൊരു യൂസറിൻ്റെ ഓതൻറ്റിക്കേറ്റഡ് ആയ യൂസറിൻ്റെ ഒബ്ജക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. ഇത് ശരിയാണെങ്കിൽ നമ്മൾ എന്താ പറയുക വെച്ചാൽ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ ഇതിന് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിയാക്ട് റൗട്ടിൽ നിന്ന് ഹാഷ് ഹിസ്റ്ററി ഇമ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ റിയാക്ട് റൗട്ടറിലേക്ക് നമ്മൾ ഇത് കൊടുത്തിരുന്നു. ഓക്കെ, സോ കറൻ്റ്ലി റിയാക്ട് റൗട്ടറിൽ നമ്മളിത് എഴുതിയിട്ടില്ല. നമ്മുടെ index.jsൽ ഡാഷ്ബോർഡ് കണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. അത് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ സാരമില്ല, നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഈ പെർട്ടിക്കുലർ റൗട്ടിനെ നമ്മൾ index.jsൽ നമ്മൾ മെൻഷൻ ചെയ്ത് അതിൻ്റെ എന്ത് കമ്പോണ്ടാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അത് ലേറ്റർ ഓൺ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോയിൽ. ഇനി നമ്മൾ എന്താ ചോദിച്ചാൽ സേവ് ചെയ്തു. ഒന്ന് ലോഗ് ഔട്ട് ചെയ്യാം, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് എൻ്റർ അടിക്കാം. സോ എൻ്റർ അടിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഹെഡർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, കറസ്പോണ്ടിങ്ങിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, കറണ്ട് യൂസർ അപ്ഡേറ്റ് ആയിട്ട് ഒരു കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് എന്ന മെത്തേഡ് ട്രിഗർ ആയിട്ടുണ്ട്. അത് റീഡയറക്റ്റ് ഡാഷ്ബോർഡിലേക്ക് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ റീഡയറക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഡാഷ്ബോർഡിലെ റൗട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ റൗട്ട് കിട്ടുന്നില്ല, ലൊക്കേഷൻ ഡസൻ മാച്ച് എനി റൗട്ട്സ് എന്നാണ് നമുക്ക് എറർ കിട്ടുന്നത്. ഓക്കെ, അത് നമ്മുടെ എഴുതിയ ലോജിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നുള്ള പ്രൂഫാണ് ആക്ച്വലി നമുക്ക് ഈ എറർ കിട്ടാൻ കാരണം, ഈ വാണിംഗ് കിട്ടാൻ കാരണം. സോ ലോഗിൻ ഫോം റീഡയറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റൗട്ട് കറൻ്റ് പ്രസൻറ്റ് അല്ലാത്തതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. ഓക്കെ, ഇനി സെയിം ലോജിക്ക് തന്നെ നമ്മൾ സൈനപ്പിലും ആഡ് ചെയ്യേണ്ടതുണ്ട്, സൈനപ്പ് ഫോമിൽ ആഡ് ചെയ്യണം. സോ കാരണം സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആകേണ്ടതാണ്. സോ അവിടെ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതാണ്. അത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, അത് ലേറ്റർ ഓൺ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.